പൃഥ്വിരാജ് ദേശവിരുദ്ധനെന്ന് ആവർത്തിച്ച RSS മുഖപത്രം ഓർഗനൈസർ പൗരത്വ നിയമ ഭേദഗതി പ്രക്ഷോഭത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുത്ത് പേരുകേട്ടയാളാണ് പൃഥ്വിരാജ് എന്നും സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനെ പിന്തുണച്ചു എന്നും എമ്പുരാൻ സിനിമയിലൂടെ ഹിന്ദു വിദ്വേഷം വളർത്താനാണ് ശ്രമിക്കുന്നതെന്നും ഓർഗനൈസർ ലേഖനത്തിൽ ആരോപിക്കുന്നു. നടനും എമ്പുരാൻ സിനിമയുടെ സംവിധായകനുമായ പൃഥ്വിരാജിനെതിരെ ഏകപക്ഷീയാക്രമണം കടുപ്പിക്കുകയാണ് RSS മുഖപത്രമായ ഓർഗനൈസർ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുത്ത പൃഥ്വിരാജ് ദേശവിരുദ്ധനും ഹിന്ദുവിരുദ്ധനുമാണെന്ന് ഓർഗനൈസർ ലേഖനത്തിൽ ആവർത്തിച്ചു. സേവ് ലക്ഷദ്വീപ് എന്ന പ്രചാരണത്തിലും പൃഥ്വിരാജ് പങ്കെടുത്തു. ഇതൊക്കെ തെളിയിക്കുന്നത് പൃഥ്വിരാജിന്റെ ദുരുദ്വേഷവും ദുഷ്ടലാക്കുമെന്നാണ് RSSന്റെ വാദം. എമ്പുരാൻ സിനിമയിലൂടെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചെന്നും ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന് രാമന്റെ ഭക്തനായ ഹനുമാന്റെ മറ്റൊരു പേര് നൽകിയതെന്തിനെന്ന് പൃഥ്വിരാജ് ഉത്തരം നൽകണമെന്നും ലേഖനത്തിൽ പറയുന്നു. അതേസമയം എമ്പുരാന് നേരെയുണ്ടായ പ്രതിഷേധത്തിനു പിന്നാലെ നടൻ മോഹൻലാൽ പരസ്യമായി ക്ഷമാപണം നടത്തിയെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന BJPയെ സിനിമയിലൂടെ വളച്ചൊടിക്കാൻ ശ്രമിച്ചെന്നും തെറ്റായ ആഖ്യാനം നൽകുന്നുവെന്നും ലേഖനത്തിൽ ആരോപിച്ചിട്ടുണ്ട്. ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമയ്ക്കെതിരെ സംഘപരിവാർ BJP അനുകൂലികൾ വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. വിവാദമായ പശ്ചാത്തലത്തിൽ 17ഓളം ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ നിർമ്മാതാക്കൾ നിർബന്ധിതരായതിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെ വർഗീയ പ്രചരണവുമായി മുന്നോട്ടു പോവുകയാണ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ. കൈരളി ന്യൂസ്, ദില്ലി.